സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 84 ചില കണക്കുകളാണ് ഇവിടെ നാം ചെയ്യുന്നത്. An isosceles triangle has to be made like this. Area is 12 meter square. Height should be 2 meter less than the base. What should be the length of its sides? ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആവണം. ഉയരം 2 മീറ്റർ കുറവാകണം. പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. എങ്കിൽ അതിൻ്റെ വശങ്ങൾ എത്രയാവണം എന്നതാണ് ചോദ്യം. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഇതിനായിക്കൊണ്ട് ഇതാണ് ഹൈറ്റ്. ഒരു സമപാർശ്വ ത്രികോണത്തെ സംബന്ധിച്ച് എതിർ ശീർഷത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം സമഭാഗം ചെയ്യും. അതായത് BM = MC ആയിരിക്കും. ഈ പാദത്തിൻ്റെ നീളത്തേക്കാൾ 2 കുറവാകണം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് BC എന്ന് പറയുന്നത് X ആയിട്ട് എടുക്കാം. AM എന്ന് പറയുന്നത് പാദത്തേക്കാൾ 2 കുറവ്, X - 2. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അര ഇൻറ്റു B ഇൻറ്റു H, അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം. അതായത് അര ഇൻറ്റു പാദം X ഇൻറ്റു ലംബം X - 2 ഈക്വൽ ടു 12 മീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് X ഇൻറ്റു X - 2 ഈക്വൽ ടു 12 ഇൻറ്റു 2 24. 2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. 2 ഇൻറ്റു 12 24. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. X² - 2x ഈക്വൽ ടു 24. X കോഎഫിഷ്യൻറ്റ് നമുക്ക് വർഗം പൂർത്തീകരിച്ച് എക്സിൻ്റെ വില കാണാം. രണ്ട് ഭാഗത്തും both sides of the equations are not perfect square. സമവാക്യത്തിൻ്റെ രണ്ട് ഭാഗത്തും പൂർണ്ണവർഗമല്ല. അതുകൊണ്ട് വർഗം പൂർത്തീകരിച്ച് നമുക്ക് വില കണ്ടുപിടിക്കാം. അതിനായിക്കൊണ്ട് എക്സിൻ്റെ ഗുണോത്തരം കോഎഫിഷ്യൻ്റ് ഓഫ് X 2 ആണ്. അതിൻ്റെ ഹാഫ് 1 ആണ്. അതിൻ്റെ സ്ക്വയർ 1 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ X² - 2x + 1 24 + 1. ലെഫ്റ്റ് സൈഡ് ഇത് X - 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. X² റൂട്ട് X, 1 റൂട്ട് 1 - 2x ആയതുകൊണ്ട് മൈനസ്. അപ്പോൾ X - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. X - 1 ഈക്വൽ ടു 5. അപ്പോൾ X ഈക്വൽ ടു 5 + 1 ഈക്വൽ ടു 6. അപ്പോൾ ബേസ് നമുക്ക് കിട്ടി, BC കിട്ടി. BC എന്ന് പറയുന്നത് 6. ഹൈറ്റ് AM എന്ന് പറയുന്നത് 6 - 2 4 എന്ന് കിട്ടുന്നു. അപ്പോൾ BC 6 കിട്ടി. ഇവിടെ AM ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇഫ് വി ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇറ്റ് വിൽ ബൈസെക്ട് ദ സൈഡ്. BCനെ സമഭാഗം ചെയ്യും. ഇവിടെ 3, ഇവിടെ 3. വീണ്ടും നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം AB² ഈക്വൽ ടു AB² കാണാം. BM² + AM² ഈക്വൽ ടു 3² + 4² ഈക്വൽ ടു 9 + 16 ഈക്വൽ ടു 25 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഈ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദം 6, ഹൈറ്റ് 4, ഏരിയ 12 ആയി. ഇതിൻ്റെ വശങ്ങൾ BC 6, AB 5, AB² ഈക്വൽ ടു 25, AB ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5. ഐസോസിലസ് ആണ്, സമപാർശ്വ ത്രികോണമാണ്. AB 5, AC 5 എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
a 2.6 meter long rod leans against a wall. It is 1 meter from the wall. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുമരിൽ ചാരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് ചുമരിൽ നിന്ന് 1 മീറ്റർ അകലെയായിട്ടാണ് മുട്ടിയിരിക്കുന്നത്. When the foot is moved a little away, ഇതിൻ്റെ കമ്പിൻ്റെ ചുവട് കുറച്ചു ദൂരം നീക്കിയപ്പോൾ, അത്ര തന്നെ അകലം മുകളിൽ നിന്ന് താഴേക്ക് വന്നു. How much further is the foot moved? ഈ കമ്പിൻ്റെ ചുവട് എത്ര നീളമാണ് നീക്കിയത് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായി ത്രികോണം ABC പരിഗണിക്കുക. From triangle ABC by Pythagoras theorem, AC square ചുമരിൻ്റെ ഉയരം കണക്കാക്കണം. അതിനായിക്കൊണ്ട് ട്രയാങ്കിൾ ABCയിൽ AC square equal to BC square minus AB square equal to 2.6 square minus 1 square. A square minus B square നമുക്കറിയാം. A plus B into A minus B. A plus B into A minus B എന്നോ അല്ലെങ്കിൽ ശരിക്കും സ്ക്വയർ കണ്ടുപിടിച്ചിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈക്വൽ ടു 2.6ൻ്റെ സ്ക്വയർ ആണ് 6.76 minus 1 square 1 which is equal to 5.76. So AC equal to root 5.76 equal to 2.4 മീറ്റർ എന്ന് കിട്ടുന്നു. ACയുടെ നീളം, ചുമരിൻ്റെ നീളം 2.4 മീറ്റർ എന്ന് കിട്ടുന്നു. അടുത്തത്, ഈ കമ്പ് എത്ര ദൂരം താഴേക്ക് വന്നോ അത്രയും നീളം അതിൻ്റെ ഫൂട്ട് താഴേക്ക് പോയി. കമ്പിൻ്റെ ചുവട് മാറി. ഇത് X ദൂരമാണ് മാറിയതെന്ന് കരുതുക. വീണ്ടും നമ്മൾ ഫ്രം ട്രയാങ്കിൾ ADEയിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്. ഇവിടെ AE സ്ക്വയർ മൊത്തം ദൂരം 5.76. അപ്പോൾ അതിൻ്റെ റൂട്ട് 2.4 മീറ്റർ ആണ് AC. അപ്പോൾ 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ AE എന്നത് ACയിൽ നിന്ന് X കുറച്ചതാണ്. 2.4 മൈനസ് എക്സ് ആണ്. അപ്പോൾ 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, അതായത് AD എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു DE സ്ക്വയർ 2.6 സ്ക്വയർ. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്. DE സ്ക്വയർ എന്നത് AE സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ആണ്. എക്സ്പാൻഡ് ചെയ്യാം. 5.76 മൈനസ് 4.8x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 2.6ൻ്റെ സ്ക്വയർ 6.76. A മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ A പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താണ്. ഇവിടെ 5.76 5.76ഉം 1 പ്ലസ് 1 6.76 ക്യാൻസൽ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. നമുക്ക് ബാക്കിയുള്ളത് 2x സ്ക്വയർ മൈനസ് 4.8x പ്ലസ് 2x മൈനസ് 2.8x ഈക്വൽ ടു 0. മറ്റേ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ 2x സ്ക്വയർ ഈക്വൽ ടു 2.8x. ഓരോ എക്സ് ആൻഡ് എക്സ് ക്യാൻസൽ. അപ്പോൾ 2x ഈക്വൽ ടു 2.8, എക്സ് ഈക്വൽ ടു 2.8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1.4. അപ്പോൾ ഏണി തറയിൽ നിന്ന് നീക്കിയത് 1.4 മീറ്റർ ആണ്. ഇവിടെ താഴത്തേക്ക് ഉരുതി വീണതും
1.4 മീറ്റർ ആണ് എന്ന് കിട്ടുന്നു. Next question, 16 added to the sum of first few terms of the arithmetic sequence 9, 11, 13, etc. gave 256. How many terms were added? 9, 11, 13, etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങൾ അവയുടെ തുകയോട് കുറച്ച് പദങ്ങളുടെ തുകയോട് 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? 9, 11, 13, etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയോട് 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത് എന്നാണ് കണ്ടെത്തേണ്ടത്. പദങ്ങളുടെ എണ്ണം n എണ്ണമാണ് എന്ന് കരുതുക. ലെറ്റ് ദ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം n എണ്ണമാണെന്ന് കരുതുക, n ആണെന്ന് കരുതുക. അപ്പോൾ n പദങ്ങളുടെ തുക Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം. ഇതിലെ ഒന്നാം പദം അതായത് x1 എന്നത് 9 ആണ്. n-ാം പദം കണ്ടെത്തണം. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, dn പ്ലസ് f മൈനസ് d. ഇതിൽ d എന്നത് 11 മൈനസ് 9 2 ആണ്. അപ്പോൾ ഈക്വൽ ടു 2n പ്ലസ് 9 മൈനസ് 2 ഈക്വൽ ടു 2n പ്ലസ് 7 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം SN-നോട് 16 കൂട്ടിയാലാണ് 256 കിട്ടുക. SN ആദ്യം എഴുതട്ടെ, n/2 ഇൻറ്റു x1 9 പ്ലസ് xn 2n പ്ലസ് 7. ഇതിനോട് 16 കൂട്ടിയാലാണ് 256 കിട്ടുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെ 9 7 കൂടെ കൂട്ടാം. n/2 ഇൻറ്റു 2n പ്ലസ് 9 പ്ലസ് 7 16 ഈക്വൽ ടു, ഈ 16നെ അപ്പുറത്ത് കൊണ്ടുപോകാം, വേണ്ട അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, പ്ലസ് 16 ഈക്വൽ ടു 256. അപ്പോൾ n/2 ഇൻറ്റു 2n പ്ലസ് 16 പ്ലസ് 16 ഈക്വൽ ടു 256. രണ്ട് രീതിയിൽ ചെയ്യാം, നമുക്ക് ഇത്തരത്തിൽ തന്നെ ചെയ്ത് നോക്കാം. n/2 ഇൻറ്റു 2n പ്ലസ് 16 പ്ലസ് 16 ഈക്വൽ ടു 256. n/2 ഇൻറ്റു ഇത് രണ്ടെണ്ണത്തിൽ നിന്നും 2 നമുക്ക് പുറത്തെടുക്കാം, കാരണം 2 ഇൻറ്റു 8 ആണ് 16. 2 ഇൻറ്റു n 2n. അപ്പോൾ 2 കോമൺ ആയിട്ട് എടുത്തു, n പ്ലസ് 8 2 ഇൻറ്റു 8 16 പ്ലസ് 16 ഈക്വൽ ടു 256. 2 and 2 ക്യാൻസൽ. അപ്പോൾ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ ടു 256. ഇപ്പോൾ രണ്ട് ഭാഗവും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്തെ നമുക്ക് n സ്ക്വയറിൻ്റെ റൂട്ട് n, 16ൻ്റെ റൂട്ട് 4. അപ്പോൾ n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 256. രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കാണാം. രണ്ട് ഭാഗത്തും വർഗ്ഗമൂലം എടുത്താൽ n പ്ലസ് 4 ഈക്വൽ ടു 16. അപ്പോൾ n ഈക്വൽ ടു 16 മൈനസ് 4. അപ്പോൾ n ഈക്വൽ ടു 12. അപ്പോൾ ആദ്യത്തെ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 12 പദങ്ങളുടെ തുകയോടെ 16 കൂട്ടിയാലാണ് 256 കിട്ടുക എന്ന് കിട്ടി. അടുത്ത ചോദ്യമാണ്, ഈ സമാന്തര ശ്രേണിയിലെ 5, 7, 9 എക്സെട്ര ഇതിൽ എത്ര എണ്ണം കൂട്ടിയാലാണ് 140 കിട്ടുക? ഈ സമാന്തര ശ്രേണിയിലെ എത്ര എണ്ണത്തിന്റെ തുകയാണ് 140 എന്നാണ് ചോദ്യം. നമുക്കിവിടെ നമുക്ക് SN ഈക്വൽ ടു എന്ന രീതിയിൽ ചെയ്യാം. SN n പദങ്ങളുടെ തുകയാണെന്ന് കരുതാം. SN ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഈക്വൽ ടു 140.
ഇവിടെ x1 എന്നത് 5 ആണ്. nth ടേം കാണണം. dn പ്ലസ് f മൈനസ് d ആണ്. അപ്പോൾ 2n പ്ലസ് f മൈനസ് 5 മൈനസ് d 2. ആൻസർ 2n പ്ലസ് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ n/2 ഇൻറ്റു 5 പ്ലസ് 2n പ്ലസ് 3 ഈക്വൽ ടു 140. അപ്പോൾ n/2 ഇൻറ്റു 5 പ്ലസ് 3 8 പ്ലസ് 2n സമം 140. രണ്ടിന്നും 2 പൊതുവായി നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ n/2 ഇൻറ്റു 2 വെളിയിലെടുക്കാം. ഇവിടെ 4 പ്ലസ് n കിട്ടും ഈക്വൽ ടു 140. 2 വെട്ടിക്കളഞ്ഞു. ഗുണിക്കാം. n ഇൻറ്റു n n സ്ക്വയർ n ഇൻറ്റു 4 പ്ലസ് n ഈക്വൽ ടു 140. n ഇൻറ്റു 4 പ്ലസ് n ഈക്വൽ ടു 140. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 140. വർഗം പൂർത്തീകരിക്കാം. എന്നിൻ്റെ ഗുണോത്തരം, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ്, n കോഎഫിഷ്യൻ്റ്, എന്നിൻ്റെ ഗുണോത്തരം 4 ആണ്. അതിൻ്റെ പകുതി 2 ആണ്. അതിൻ്റെ സ്ക്വയർ 4 ആണ്. ചേർക്കാം 2 ഭാഗത്തും. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 ഈക്വൽ ടു 140 പ്ലസ് 4. അപ്പോൾ n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. 2 ഭാഗത്തും പൂർണ്ണവർഗമായാൽ നമുക്ക് വർഗമൂലം കാണാം. n പ്ലസ് 2 ഈക്വൽ ടു 12. n ഈക്വൽ ടു 12 മൈനസ് 2 ഈക്വൽ ടു 10. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ തുകയാണ് 140 എന്ന് കിട്ടുന്നു. അടുത്ത ഭാഗമാണ് 2 ആൻസേഴ്സ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് ഒരു രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പൊതുവായ രൂപം. ഇവിടെ എക്സിൻ്റെ കൃതി 2 ആണ്. അതായത് എക്സിൻ്റെ 2 വിലകൾക്ക് ഈ സമവാക്യം നമുക്ക് സത്യമായി കിട്ടും. എന്ന് വെച്ചാൽ എക്സിൻ്റെ 2 വിലകൾക്ക് സമവാക്യത്തിന് ശരിയായ വില കിട്ടും. എക്സിന് 2 വിലകളുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ x² ഈക്വൽ ടു 25, എക്സ് ഈക്വൽ ടു √25. √25 എന്നത് പ്ലസ് ഓർ മൈനസ് 5 ആണ്. കാരണം പ്ലസ് 5 ഇൻറ്റു പ്ലസ് 5 ഈക്വൽ ടു 25 ആണ്. -5 ഇൻറ്റു -5 25 ആണ്. അപ്പോൾ നമ്പർ 25 ഹാസ് 2 സ്ക്വയർ റൂട്ട്സ്. 1 പ്ലസ് 5y പ്ലസ് 5 ആൻഡ് അനദർ 1 -5. എല്ലാ പോസിറ്റീവ് സംഖ്യകൾക്കും 2 വർഗമൂലങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ √9 എന്നത് +3 അല്ലെങ്കിൽ -3. √4 +4 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ -2. √16 +4 അല്ലെങ്കിൽ -4. എല്ലാ പോസിറ്റീവ് സംഖ്യകൾക്കും 2 വർഗമൂലങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ആണ് അടുത്ത ചില കണക്കുകൾ നമുക്ക് ചെയ്യേണ്ടത്. പേജ് നമ്പർ 90-ലെ ചില പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഒരു സംഖ്യ അതിനേക്കാൾ 2 കൂടിയ മറ്റൊരു സംഖ്യ, അവയുടെ ഗുണനഫലം 168. ഏതെല്ലാമാണ് സംഖ്യകൾ? ഒരു സംഖ്യ അതിനേക്കാൾ 2 കൂടിയ മറ്റൊരു സംഖ്യ. ഇതിനായിക്കൊണ്ട് നമുക്ക് ലെറ്റ് ദ നമ്പേഴ്സ് ആർ, സംഖ്യകൾ എക്സും അതിനേക്കാൾ 2 കൂടിയ സംഖ്യ x+2 എന്ന് കരുതാം. സംഖ്യകൾ എക്സും x+2. ഇവയുടെ ഗുണനഫലം
എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 168. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168. ഇപ്പോൾ സമവാക്യത്തിൻ്റെ രണ്ട് ഭാഗത്തും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. The both sides of the equations are not perfect square. So by completing square method we can find the square roots. We can complete the square and find the square root. Completing square method വെച്ചുകൊണ്ട് ചെയ്താൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എക്സ് കോയിഫിഷ്യൻറ്റ് 2 ആണ്, അതിൻ്റെ ഹാഫ് 1 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ചേർക്കേണ്ടത്. 1 സ്ക്വയർ 1 ചേർക്കണം. അപ്പോൾ 168 പ്ലസ് 1. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്, എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ്, 1ൻ്റെ സ്ക്വയർ റൂട്ട് 1, ഇവിടെ പ്ലസ് 2x ആയതുകൊണ്ട് നടുക്ക് പ്ലസ്. അപ്പോൾ റൂട്ട് എടുത്താൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169. റൂട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 13. അപ്പോൾ 169 രണ്ട് റൂട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്ലസ് ഉണ്ട്, ഒന്ന് മൈനസ് ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു രണ്ട് വില എടുക്കാം. എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13 മൈനസ് 1, പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ. ഇപ്പോൾ രണ്ട് വില നമുക്ക് കിട്ടും. ഒന്ന് എക്സ് ഈക്വൽ ടു 13 മൈനസ് 1 12 കിട്ടും. മറ്റൊന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 13 മൈനസ് 1 മൈനസ് 14 എന്നും കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രോഡക്റ്റ് 2. രണ്ട് സംഖ്യകൾ കണ്ടെത്തണം. അവയുടെ തുക 4, അവയുടെ ഗുണനഫലം 2. തുക 4, ഗുണനഫലം 2 ആയ രണ്ട് സംഖ്യകൾ കണ്ടെത്തണം. അതിനായിക്കൊണ്ട് സംഖ്യ നമുക്ക് ഒരു സംഖ്യ നമ്പേഴ്സ് ആർ ഒന്ന് എക്സ്, മറ്റേത് 4 മൈനസ് എക്സ്. ഒരു സംഖ്യ എക്സ്, മറ്റേത് 4 മൈനസ് എക്സ് എന്ന് വിചാരിക്കാം. തുക 4 ആണ്. അതിനായിക്കൊണ്ട് അപ്പോൾ സംഖ്യകൾ നമ്പേഴ്സ് ഒന്ന് എക്സും മറ്റേത് 4 മൈനസ് എക്സും. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ഈക്വൽ ടു 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. നമുക്ക് ഇതിനെല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സൈൻ ഒന്ന് ചേഞ്ച് ആക്കാം. മൈനസ് 4x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -2. ഓർഡറിൽ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 4x ഈക്വൽ ടു -2. രണ്ട് സൈഡും both sides of the equations are not perfect square. So by using completing square method, x coefficient 4, half 2 square 2 square 4, x square minus 4x plus 4. എക്സിൻ്റെ ഗുണോത്തരം 4, പകുതി 2, അതിൻ്റെ വർഗം 4. രണ്ട് ഭാഗത്തും നമുക്ക് ചേർക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്, 4ൻ്റെ റൂട്ട് 2, ഇവിടെ മൈനസ് ആയപ്പോൾ -2 പ്ലസ് 4 2 ആണ്. -2 പ്ലസ് 4 2 ആണ്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും റൂട്ട് എടുക്കാം. അപ്പോൾ എക്സ് മൈനസ് 2ൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് മൈനസ് 2, 2ൻ്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. അപ്പോൾ എക്സ് ഈക്വൽ ടു -2 അപ്പുറത്ത് പോകുമ്പോൾ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. ഒന്ന് എക്സ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 2 വരും, പിന്നെ ഒന്ന് 2 മൈനസ് റൂട്ട് 2 വരും. ഇതാണ് നമ്പേഴ്സ്. നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. 2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2 ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോഡക്റ്റ് 2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2 ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുപോലെ ഇതിൻ്റെ സമ്മ് നോക്കിയാൽ 2 പ്ലസ് റൂട്ട് 2 പ്ലസ് 2 മൈനസ് റൂട്ട് 2 നോക്കുമ്പോഴേ പ്ലസ് റൂട്ട് 2 മൈനസ് റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് 4 കിട്ടും. അപ്പോൾ നമുക്ക് നമുക്ക് പറഞ്ഞ രീതിയിൽ അവർ തന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള സംഖ്യകളായി. ഒന്ന് 2 പ്ലസ് റൂട്ട് 2, മറ്റേത് 2 മൈനസ് റൂട്ട് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്
99, 97, 95, etc. must be added to get 900. ഈ സമാന്തര ശ്രേണിയിലെ 99, 97, 95 എന്ന ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര എണ്ണം കൂട്ടിയാൽ 900 കിട്ടും എന്നതാണ് ചോദ്യം. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് ശ്രദ്ധിക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് കുറഞ്ഞു വരികയാണ്. 99, 97, 95, etc. കുറഞ്ഞു വരുന്നു. അതായത് D എന്ന് പറയുന്നത് -2 ആണ്. ഇതിൽ എത്ര എണ്ണം കൂട്ടിയാലാണ് 900 കിട്ടുക? നമുക്ക് Sn = 900 എന്ന് കരുതാം. Sn നമുക്കറിയാലോ, n/2 into first term plus nth term = 900. അതായത് n/2 into x1 എന്ന് പറഞ്ഞ 99 ആണ്, പ്ലസ് xn നമുക്കറിയാം dn plus f minus c minus 2n plus f minus d -2 ആണ്. അപ്പോൾ -2n plus 99 plus 2. അപ്പോൾ 101 minus 2n. xn കിട്ടി. 101 minus 2n = 900. അപ്പോൾ n/2 into ഇവിടെ 200 minus 2n = 900. 2 കോമൺ ആയിട്ട് എടുത്ത് വെട്ടിക്കളയാം. n/2 into 2 കോമൺ ആയിട്ട് എടുത്താൽ 100 minus n = 900. ക്യാൻസൽ ചെയ്തു. 2 and 2 ക്യാൻസൽ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. -n² n മൈനസ് n കൂടെ ചെയ്യുമ്പോൾ -n² plus 100n = 900. നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം. സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴേ എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യാം. കാരണം ആദ്യം തന്നെ -n² വരുമ്പോൾ കംപ്ലീറ്റിംഗ് സ്ക്വയറിന് മെത്തേഡ് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ n² - 100n = -900 എന്ന് കിട്ടും. n² - 100n = -900 എന്ന് കിട്ടും. എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെക്കാം. n² - 100n പ്ലസ് n കോഎഫിഷ്യന്റ് 100 ആണ്. എന്നിന്റെ കോഎഫിഷ്യന്റ് ഓഫ് n 100 ആണ്. അതിൻ്റെ പകുതി 50 ആണ്. അതിൻ്റെ സ്ക്വയർ 2500, 50 സ്ക്വയർ. രണ്ട് ഭാഗത്തും നമുക്ക് ചേർത്താം. രണ്ട് ഭാഗത്തും ചേർത്തണം. n² റൂട്ട് n 2500ന്റെ 50 ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഹോൾ സ്ക്വയർ = 2500 ആണ് ചേർത്തേണ്ടത്. ഇതിൻ്റെ ആൻസർ ആണ് ഞാനവിടെ എഴുതിയത്. മനസ്സിൽ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ആൻസർ ആണ് ഞാനവിടെ എഴുതി വെച്ചത്. അതാണ് 2500 ആണ് രണ്ട് ഭാഗത്തും ചേർത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ 1600 എന്ന് കിട്ടും. റൂട്ട് എടുക്കാം. n - 50 = ±1400 റൂട്ട് 40 ആണ്. +40 -40 ഉണ്ട്. അപ്പോൾ n = 50 ± 40. അപ്പോൾ n 50 + 40 അതായത് 90 ടേംസിൻ്റെ സമ്മ് കിട്ടും. കൂടാതെ 50 - 40 10 ടേംസിൻ്റെ സമ്മും നമുക്ക് 900 ആയിട്ട് കിട്ടും. കാരണം ഈ സീക്വൻസ് ഇങ്ങനെ എഴുതുമ്പോൾ കുറേ ടേംസ് നെഗറ്റീവ് ആയിട്ട് വരും, കുറേ പോസിറ്റീവും ചിലത് വെട്ടിപ്പോവും. അതാണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 90 എണ്ണത്തിൻ്റെ തുക ഇവിടെ 900 ആയിട്ട് വരാം. അതോടൊപ്പം തന്നെ 10 എണ്ണത്തിൻ്റെ തുകയും ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ തുകയും ഇവിടെ 900 ആയിട്ട് കിട്ടും. ആദ്യത്തെ 90 എണ്ണത്തിൻ്റെ 90 എണ്ണത്തിൻ്റെ സം 900 ആയിട്ട് കിട്ടും. 10 എണ്ണത്തിൻ്റെ സമ്മും നമുക്ക് 900 ആയിട്ട് കിട്ടും. ഓക്കെ, രണ്ടാംകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ പാഠപുസ്തകത്തിലെ പരിശീലന പ്രശ്നങ്ങളാണ് ഇവിടെ ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വീഡിയോ കാണണം. നോട്ട്ബുക്കിൽ കണക്കുകളൊക്കെ എഴുതി ചെയ്യണം, എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.